ഗവർണറെ അധിക്ഷേപിച്ച് എസ്.എഫ്.ഐ സംസ്ഥാന സെക്രട്ടറി PM മാർഷോ മാനസിക വിഭ്രാന്തി ബാധിച്ച നിലയിലാണ് ഗവർണറുടെ ഇടപെടൽ. ജനാധിപത്യ സമരങ്ങളുടെ ഗവർണർക്ക് തികഞ്ഞ പുച്ഛമാണെന്നും PM മാർഷോ പറഞ്ഞു. വരികളുമായി അഖിൽ പാലോട്ടുമടം ചിരികയാണ്. അഖിൽ, ഗവർണറുടെ ഇടപെടൽ മാനസിക വിഭ്രാന്തി എന്ന നിലയിലാണ് എസ്.എഫ്.ഐ സംസ്ഥാന സെക്രട്ടറി PM മാർഷോയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. ആർഷോ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ ഗവർണറെ വിമർശിക്കാനാണ് SFI ഇന്നും തയ്യാറായിരിക്കുന്നത്. കൊല്ലത്ത് നടന്നത് ഗവർണറുടെ ഒരു മാനസിക വിഭ്രാന്തി ആയിട്ടാണ് SFI വിലയിരുത്തുന്നത്. അത് ഇനിയും ഈ തരത്തിൽ ഗവർണർക്കെതിരെ ചാൻസലർ എന്ന നിലക്കുള്ള സമരം SFI തുടരുക തന്നെ ചെയ്യും. ഏതൊക്കെ തരത്തിൽ അധികാര ദുർവിനിയോഗം ഗവർണർ നടത്തിയാലും അതിനെയൊന്നും SFI മുഖവിലക്കെടുക്കുന്നില്ല എന്നതാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM മാർഷോ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മാർഷോ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. പോലീസ് നടപടി അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്നൊരു വിമർശനം കൂടി, കേരളത്തിന്റെ പോലീസിനെ ഒരു വിമർശനം കൂടി SFI നടത്തിയിരിക്കുകയാണ്. കാരണം 124 ഏതടിസ്ഥാനത്തിലാണ് ചുമത്തിയതെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കണം. കാരണം ഗവർണർക്കെതിരെയുള്ള സമരം ആ തരത്തിൽ 164 ചുമത്തേണ്ട തരത്തിലുള്ള ഒരു തരത്തിലുള്ള സമരം ഉണ്ടായിട്ടില്ല. പിന്നെ പോലീസ് എന്തിനാണ് അത്തരത്തിലുള്ള ഒരു വകുപ്പ് ചുമത്തിയതെന്ന് കൂടി SFI സംസ്ഥാന സെക്രട്ടറി ചോദിച്ചു വെക്കുന്നുണ്ട്. ആ വകുപ്പ് ചുമത്തിയതിനെതിരെ ഹൈക്കോടതി അടക്കം സമീപിച്ച് ആ വകുപ്പ് ഘോഷ് ചെയ്യുന്നതിലേക്ക് വേണ്ടി നടപടിക്രമങ്ങൾ, നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കൂടി മാർഷോ പറഞ്ഞു വെക്കുകയാണ്. വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഒക്കെ തന്നെ ഗവർണർക്കെതിരായ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി SFIയുടെ അതായത് അഖിൽ, ഈ ഇത്തരത്തിലുള്ള ഒരു ധാർഷ്ട്യം കലർന്ന സമീപനം SFI പ്രവർത്തകർ സ്വീകരിച്ചിട്ടും അതിനെ പിന്തുണയ്ക്കുകയാണ്. ഇനിയും ഇതേ രീതിയിലുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആർഷോ പറയുന്നത്, ആവർത്തിക്കുന്നത് അല്ലേ? അത് തന്നെയാണ്. അതായത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഈ വരും മണിക്കൂറുകൾ, അതായത് ഗവർണർക്കെതിരെയുള്ള കരിങ്കൊടി പ്രതിഷേധം അത് നേരത്തെ തന്നെ SFI പ്രഖ്യാപിച്ചതായിരുന്നു. അതുകൊണ്ട് ആ തരത്തിലുള്ള സമരത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലും ഇനി ഈ തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് SFIയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സമരങ്ങൾ, മറ്റ് രൂപത്തിലുള്ള ഏതെങ്കിലും സമരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമോ എന്നുള്ളത് അത് അടിയന്തരമായ ഒരു സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക. അത് ഉടനെ തന്നെ പ്രഖ്യാപിക്കുമെന്നും SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട്. എന്തായാലും ഗവർണർക്കെതിരെ സമരം വീണ്ടും ശക്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ SFI തയ്യാറായിരിക്കുന്നത്. കാരണം ഉച്ച കഴിഞ്ഞ് വീണ്ടും കൊല്ലത്തെ പരിപാടിക്ക് ശേഷം ഗവർണർ തിരിച്ച് തലസ്ഥാനത്തെത്തുന്ന ഏകദേശം 3 മണിയോടുകൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുക. അങ്ങനെ എത്തിയാൽ വീണ്ടും തലസ്ഥാന നഗരിക്ക് വീണ്ടും ഒരു SFI ഗവർണർ സംഘർഷ സാധ്യതയിലേക്ക് പോകാൻ തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യം ഈ ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർക്കെതിരായ ആദ്യ സമരം ആരംഭിക്കുന്നതും ഗവർണർക്ക് തിരുവനന്തപുരത്ത് നിന്നായിരുന്നു. ആദ്യം വഴുതക്കാട് സ്വകാര്യ പരിപാടിയിൽ നിന്നും ആരംഭിച്ചത്. പിന്നീട് അദ്ദേഹം ഡൽഹി യാത്രക്കിടയിൽ പേട്ടയിൽ വെച്ച് അദ്ദേഹത്തിന്റെ കാറിന് നേരെ അക്രമം പോലും അഴിച്ചുവിട്ടുന്ന തരത്തിലേക്ക് SFIയുടെ സമരം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സമരത്തിലേക്ക് SFI കടന്നാൽ അത് കൂടുതൽ സങ്കീർണമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം കൊല്ലത്തുണ്ടായ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ, അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അടക്കം നേരിട്ട് ഗവർണർ ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എങ്കിൽ സംസ്ഥാനത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തേണ്ട വരുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറേണ്ടി വരും. കാരണം നേരത്തെ തന്നെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് ഗവർണർ പരാതി നൽകിയിരുന്നു. ഗവർണർ നേരിട്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയെ ഫോണിൽ ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വരും മണിക്കൂറുകളിലും ഈ തരത്തിൽ ഏതെങ്കിലും ഗവർണറുടെ വാഹനത്തിന് നേരെ ഒരു സമരം, ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു അക്രമം ഉണ്ടായാൽ അതിനെ ആ തരത്തിൽ നേരിടാനായിരിക്കും ഗവർണറും തീരുമാനമെടുക്കുക. കാരണം നമ്മൾ കൊല്ലത്ത് കണ്ടതാണ്, കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ ആ ഗവർണർക്ക് നേരെ ഉണ്ടായ അക്രമത്തിൽ FIR കോപ്പി കിട്ടുന്നത് വരെ അദ്ദേഹം തന്നെ അവിടെ ഇരിക്കുന്നു. അതൊരു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഗവർണർ തന്നെ നേരിട്ട് അങ്ങനെ ഒരു സമരത്തിന് നേതൃത്വം നൽകുന്നു. പോലീസിനെ കൊണ്ട് ദ്രുതഗതിയിൽ നമുക്കറിയാവുന്നതുപോലെ അങ്ങനെയൊന്നും വേഗത്തിൽ സഖാക്കന്മാര് അല്ലെങ്കിൽ ഇടതുപക്ഷ ആൾക്കാരൊക്കെ തന്നെ പ്രതിയാകുന്ന കേസുകളിലൊന്നും തന്നെ അധികം വേഗത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാത്തതാണ്. ഇപ്പോൾ കൊല്ലം ജില്ലാ സെക്രട്ടറി ഗോപികൃഷ്ണൻ അടക്കം 12 പേരടങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയാണ്, SFIയുടെ പ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് FIR എടുക്കുന്നത്. 10 ആൺകുട്ടികളും 2 പെൺകുട്ടികളും അടങ്ങുന്ന 12 അംഗ സംഘത്തിന് നേരെയാണ് പോലീസ്
FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലേക്കായിരിക്കും ഇനി കാര്യങ്ങൾ പോകുക. എന്തായാലും KP SFIയും നേർക്കുനേർ നിൽക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ആർഷയുടെ വാക്കുകളിലുണ്ട്. കാരണം നേരത്തെ പ്രഖ്യാപിച്ചതുകൊണ്ട് പോലീസിനെ പോലും ഇനി ചിലപ്പോൾ വരും മണിക്കൂറുകളിൽ SFI നേരിടാനുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം ആ 124 ഉൾപ്പെടുത്തിയതിൽ വലിയ അമർഷം, വലിയ വിയോജിപ്പ് SFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി ആർഷോ, PM ആർഷോ അത് വ്യക്തമാക്കി. അപ്പോൾ അതുകൊണ്ട് വരും മണിക്കൂറുകളിൽ ആ തരത്തിലായിരിക്കും ചിലപ്പോൾ ഒരു പ്രതികരണം ഉണ്ടാവുക. ചിലപ്പോ കഴിഞ്ഞ ആ നിമിഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് കൊല്ലത്ത് നിശാന്തിനി IPS അടക്കം ഗവർണർക്ക് നേരെ ഈ നിലവിലുണ്ടായ അതിക്രമത്തിന് പിന്നാലെ അനുഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ കൂടുതൽ പോലീസ് വിന്യാസം ഉണ്ടാകും. അങ്ങനെ കൂടുതൽ പോലീസ് വിന്യാസം ഉണ്ടായാൽ ആ പോലീസുമായി ചിലപ്പോൾ പക്ഷേ ഏതായാലും അഖിൽ പറഞ്ഞതുപോലെ തന്നെ ധാർഷ്ട്യം തുടരും എന്ന് തന്നെയാണ്, അതിക്രമം തുടരും എന്ന് തന്നെയാണ് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ വ്യക്തമാക്കിയിരിക്കുന്നത്. മാനസിക വിഭ്രാന്തി ബാധിച്ച നിലയിലാണ് ഗവർണറുടെ ഇടപെടൽ എന്നുള്ള വിമർശനം തന്നെയാണ് ആർഷോ നടത്തിയത്. ജനാധിപത്യ സമരങ്ങളുടെ ഗവർണർക്ക് തികഞ്ഞ പുച്ഛമാണെന്നും ആർഷോ പറഞ്ഞു. ആർഷോയുടെ വാക്കുകളിലേക്ക്. ഇന്ന് കൊല്ലത്ത് മാനസിക വിഭ്രാന്തി ബാധിച്ച നിലയിലാണ് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ ഇടപെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ജനാധിപത്യപരമായ സമരങ്ങളോട് തികഞ്ഞ പുച്ഛവും ആ സമരങ്ങളെ അവഹേളിക്കുന്ന നിലയിലേക്കും ആക്ഷേപിക്കുന്ന നിലയിലേക്കും അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ജനാധിപത്യ സമൂഹത്തിനാകമാനം അപമാനകരമായിട്ടുള്ള ഒന്നാണ്. തന്നെ ആക്രമിച്ചു എന്ന് കള്ളം പറയുന്നതിന് വേണ്ടി ചാൻസലർ, ഗവർണർ നുണ പറയുകയാണ്. മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് തന്റെ വാഹനം ആക്രമിച്ചു എന്ന് പറയുന്നു. ഒരു തരത്തിൽ വാഹനത്തിന്റെ പരിസരത്തേക്ക് ഒരു വിദ്യാർത്ഥിയും പോയിട്ടില്ല. തന്നെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നു. തന്നെ തടഞ്ഞു എന്ന് പറയുന്നു. ഈ 124 ഈ നിലയിൽ ഭീഷണിപ്പെടുത്തി ചുമത്തിയതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ.